ലൈഫ് ജീവനും ജീവിതവും അതിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. സാമ്പത്തിക കാര്യ വിചാരകത്വം, അതിന്റെ വിശ്വസ്തതയും വിവേകവും. നമുക്കറിയാം, നമ്മളെല്ലാവരും സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുതും വലുതുമായിട്ടുള്ള അളവിൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനെക്കുറിച്ച് അത്യാവശ്യം ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ചർച്ചസിൽ ഈ ഒരു വിഷയം സംസാരിച്ച് കേൾക്കുന്നത് കുറവാണെന്നും നമുക്കറിയാം. അപ്പോൾ ഒരു ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ എന്താണ് ധനത്തെക്കുറിച്ചുള്ള ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഒരു ശരിയായ മനോഭാവം എന്താണ്? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ ഈ ക്രിസ്തീയ പ്രമാണങ്ങൾ നമ്മുടെ സാമ്പത്തിക കാര്യ വിചാരകത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്ന് സഹോദരൻ നമ്മളോട് പറയുന്നത്. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയാം. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ലോകത്തിന്റെ ഒരു പെർസ്പെക്റ്റീവില് ധനം എന്ന് പറയുന്നത്, ലോകം അതിനെ കാണുന്നത് ഞാൻ ഏൺ ചെയ്യുന്ന ധനം അത് എന്റെ ധനമാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ ലോകത്തിന് ധനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് നമുക്ക് അറിയാം. എന്നാൽ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവില്, ഒരു ക്രിസ്തീയ മനോഭാവം എന്ന് പറയുന്നത്, ധനം നമുക്ക് നൽകുന്നത് ദൈവമാണ്. ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ് ധനം. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് പോകുന്നത്, അതിന്റെ ഉടമസ്ഥത പോകുന്നത് ദൈവത്തിനാണ്. ഭൂമിയും അതില് സകലവും ഓൺ ചെയ്യുന്ന ദൈവം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ധനവും ഓൺ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടിൽ നമ്മൾ വായിച്ച പോലെ, നമ്മള് ജസ്റ്റ് കാര്യവിചാരന്മാരാണ്. വി ആർ ജസ്റ്റ് മാനേജേഴ്സ്. നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. ആ വിഷയത്തിന്റെ ഒപ്പം തന്നെ എങ്ങനെ എഴുതിയിട്ടുണ്ട്, സാമ്പത്തിക കാര്യ വിചാരകത്വം, അതിന്റെ വിശ്വസ്തതയും വിവേകവും, അതിന്റെ രണ്ട് ആസ്പെക്ട്സ് ആണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മളൊരു കാര്യസ്ഥന്മാരാണ്. ഇപ്പോൾ ധനം കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മളത് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വിശ്വസ്തത മാത്രം പോരാ, അതില് വിവേകം എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട്. ഒരാളുടെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് ആള് വളരെ വിശ്വസ്തയോടെ അതൊന്നും ചെയ്യാതെ സ്പെൻഡ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ആൾ വിശ്വസ്തയോടെ ചെയ്തു എന്ന് പറയാൻ കഴിയും, പക്ഷെ ഒരു വിവേകത്തോടെ അത് യൂസ് ചെയ്തു എന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവില് വിശ്വസ്തത എന്താണ്, അല്ലെങ്കിൽ വിവേകം എന്താണ്, ധനത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ധനം സമ്പാദിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള സമയങ്ങളിൽ പ്രിയ ടി.എം. മാത്യു അങ്കിള് നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു വേദിയിലേക്ക് ദൈവകൃപയിൽ ഇതുപോലെ സെൻസിറ്റീവായ ഒരു വിഷയവുമായിട്ട് വരാനായിട്ട് ദൈവം അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അമല് പറഞ്ഞതുപോലെ വളരെ സെൻസിറ്റീവായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് സാമ്പത്തികത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ സാമ്പത്തികത്തിന്റെ കാര്യവിചാരകത്വം, അതിൽ വിശ്വസ്തതയും അതുപോലെ വിവേകവും എന്ന രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഇതൊരു വലിയ വിഷയമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ എല്ലാ മേഖലകളിലേക്കും നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയില്ലെങ്കിലും ഈ സൂചിപ്പിച്ച രണ്ട് ഭാഗങ്ങൾ ചുരുക്കമായിട്ടെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് അമല് പറഞ്ഞതുപോലെ ഒരു വേറിട്ട ഒരു സമീപനത്തിലൂടെ നമുക്കൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കാം. പൊതുവെ ലോകം വെൽത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടികളും അവരുടെ വസ്തുവകകളും എല്ലാം ചേർത്തുകൊണ്ടാണ് പൊതുവെ പറയാറുള്ളത്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പൊതുവെ ചിന്തിക്കാറുള്ളത്. എന്നാൽ ദൈവവചനമാകുന്ന ബൈബിളിൽ പറയുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമുക്കുള്ള സമയവും നമ്മുടെ പല കഴിവുകളും ബുദ്ധിയും നമ്മുടെ ശരീരവും എല്ലാം ഈ നിലയിൽ ഇതിൽ കവർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മളിപ്പോൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ സാമ്പത്തിക മേഖലയിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ സാമ്പത്തിക മേഖലകളിൽ അതിനോടുള്ള ബന്ധത്തിൽ കുറെ നാളുകൾ ജോലി ചെയ്തതുകൊണ്ട് മനുഷ്യൻ ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം സെൻസിറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളത് വളരെ അടുത്തറിയുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അത് പണമുള്ളവനും ഇല്ലാത്തവനും അതുപോലെ തന്നെ
അതുപോലെ തന്നെ പണത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ സമീപനങ്ങളുമൊക്കെ അടുത്തറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ നിർണായകമായ ഒരു കാര്യമായിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഈ സമ്പത്ത്, പ്രത്യേകിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ ധന ഇടപാടുകളെല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. ഞാൻ ഈ സമയത്ത് നോക്കുമ്പോൾ നമുക്കറിയേണ്ടത്, പൊതുവെ ലോകം ധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അവതാരകൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ സ്വന്തം എന്നുള്ള നിലയിലാണ് പൊതുവെ അതിനെ കാണുന്നത്. പക്ഷെ ദൈവവചനം, ബൈബിൾ അതിനെക്കുറിച്ച് കാണുന്നത് അങ്ങനെയല്ല. സകലതും, പ്രപഞ്ചം മുഴുവൻ, പ്രത്യേകിച്ച് ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും ദൈവത്തിന്റെ സ്വന്തം എന്ന നിലയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയത്തെ സമീപിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. പൊതുവെ നമ്മൾ ധനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും എൻ്റെ പണം, എൻ്റെ സ്വത്ത്, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ കൈവശമുള്ളത് എന്നൊക്കെ പറയുവാനാണ് പൊതുവെ നമ്മൾ മുൻഗണന കൊടുക്കാറുള്ളത്. നമ്മൾ അറിയാതെയാണെങ്കിലും അങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം മറന്നു പോകാതിരുന്നാൽ അതാണ് നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് ഏറ്റവും ഫലപ്രദമായി നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ സമ്പത്തിന്റെ, സകലവിധ സമ്പത്തിന്റെയും ഉടമയായിരിക്കുന്ന ദൈവം ഒരു രീതിയിൽ നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി നമുക്കത് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പൊ ഈ സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്ന, അഥവാ കാര്യവിചാരകത്വം എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ട്രസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. നമ്മളെയൊക്കെ ട്രസ്റ്റീസ് ആക്കി തൻ്റെ സ്വത്ത് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് അത് കൈകാര്യം ചെയ്യുവാനായിട്ട്. അപ്പോൾ ആ സ്റ്റുവേർഡ്ഷിപ്പ് എന്ന വാക്ക് ഭൗതിക ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മറ്റുള്ളവരുടെ വസ്തുവകൾ കൈകാര്യം ചെയ്ത് അതിന് കണക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് മറ്റ് സംസ്കാരങ്ങളിലൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിന്റെ കാര്യം, ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മളതിനെ കുറെ കൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന ദൈവം മനുഷ്യരെ അങ്ങനെ കണക്ക് കൊടുക്കത്തക്കവണ്ണം ഉത്തരവാദിത്വ ബോധമുള്ള ട്രസ്റ്റീസാക്കി അല്ലെങ്കിൽ കാര്യവിചാരകന്മാരാക്കി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ ഒരു ചേഞ്ച് നമുക്ക് വരുത്തണം. പൊതുവെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമസ്ഥതയുടെയും അവകാശത്തിന്റെയും ഒരു ബോധമാണ് ആളുകളിൽ അവരുടെ സമ്പത്തിനെ കുറിച്ച് എപ്പോഴും നിർണായകമായി നിൽക്കുന്നത്. ഇതെൻ്റെത് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. വിശ്വാസികളുമായിട്ടുള്ള ഇടപാടുകളിലും സംസാരങ്ങളിലും ഒക്കെ പലപ്പോഴും എനിക്ക് അങ്ങനെ അത് വളരെ വ്യക്തമായി ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ദൈവത്തിനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു രീതി പൊതുവെ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ബൈബിൾ ക്ലാസ്സുകളിലും ഇതുപോലുള്ള മീറ്റിങ്ങുകളിലും ഒക്കെ അത് ബോധം വരുത്തുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ അങ്ങോട്ട് സ്വാംശീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉടമസ്ഥതയുടെയും അവകാശബോധത്തിൻ്റെയും തലം മാറിയിട്ട് അത് ഉത്തരവാദിത്വത്തിൻ്റെയും കണക്ക് കൊടുക്കുവാനുള്ള ബാധ്യതയുമുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമുക്ക് അതിനെ എത്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് എനിക്കതിന് ഉത്തരവാദിത്വമുണ്ട്, കണക്ക് കൊടുക്കുവാൻ ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ തന്നെ നമ്മുടെ സമ്പത്തുകളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ വളരെ അങ്ങ് വ്യത്യാസപ്പെടും. നമുക്കറിയാം, ഇപ്പൊ എത്തേറെ ആളുകളുടെ സ്ഥലങ്ങളും വീടുകളും അതുപോലെ അവരുടെ സമ്പത്തും ഒക്കെ വെറുതെ കിടക്കുക, ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുകയാണ്. കാരണം അത് എൻ്റെ സ്വന്തമാണ്, എനിക്കെന്ത് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം അത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കണക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ബാധ്യതയുള്ള ആളുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് മനുഷ്യർക്ക് പൊതുവെ ഇല്ല. വിശ്വാസികൾക്കെങ്കിലും അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ സമീപിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഈ ധനം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആർജിക്കുന്നത് എന്നുള്ളതാണ്. പൊതുവെ ഈ ധനാർജനം അല്ലെങ്കിൽ ധനത്തിന്റെ ഒരു സ്ഥിതി കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം അതൊരു അസമത്വത്തിന്റെ മേഖലയാണ്. എല്ലാവർക്കും ഒരുപോലെ അത് ലഭിച്ചിട്ടില്ല.
എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ധനാർജനം, ധനം നമ്മുടെ കൈവശം വരുന്നത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ പിതാമഹന്മാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സ്വത്തുകളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് വരാം. അതല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സമ്മാനിച്ചതാകാം, ഗിഫ്റ്റുകളുടെ രൂപത്തിലോ അങ്ങനെ ആരെങ്കിലും നമുക്ക് സമ്മാനിച്ചതായിട്ട് വരാം. അതും അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള മറ്റ് കഴിവുകൾ, ബുദ്ധിയും ശാരീരിക ആരോഗ്യവും, അതുപോലെ ചിലർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന പ്രത്യേക ടാലന്റുകളും കഴിവുകളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ അവരുടെ ബുദ്ധിയുടെ ഉപയോഗത്താൽ വ്യാപാരം നടത്തിയോ, കൃഷി ചെയ്തോ, അല്ലെങ്കിൽ പെയിന്റിങ് നടത്തിയോ, അങ്ങനെ പല നിലയിൽ ആളുകൾ പണം ആർജിക്കുകയും അതിനെ വളരെ ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ സ്വത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാണ് അനേക ആളുകളും ചെയ്തു വരുന്നത്. ഇങ്ങനെ പല രീതിയിൽ സ്വത്ത് ആർജിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ ചെയ്താലും ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ ഒരു അവകാശബോധത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ ഇത്തരണത്തിൽ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഇത് ഓരോ ക്രിസ്തീയ വിശ്വാസിയും അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവന്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് അവന് സ്വത്ത് ലഭിച്ചാലും, അതല്ല ആരെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ സമ്മാനമായിട്ട് ലഭിച്ചാലും, അതല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയാലും, ഈ അടിസ്ഥാന പ്രമാണം മനുഷ്യ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെ. അപ്പൊ അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകേണ്ടതായ കാര്യം. ഞാൻ പറഞ്ഞത്, പൊതുവെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യം, സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്റേതാണ്, അങ്ങനെ ഒരു ഉടമസ്ഥാവകാശത്തിന്റെയും അവകാശബോധത്തിന്റെയും ഒക്കെ ഒരു ധാരണയിലാണ് നമ്മൾ പലപ്പോഴും അത് നിലനിർത്തുന്നത്. പക്ഷെ സത്യത്തിൽ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാട് വെക്കുന്ന ഒരു വിശ്വാസി അതിന് നിയമപരമായ ചില വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവിക നിയമം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ആലോചനകൾക്കനുസരിച്ച് ഇത് ദൈവത്തിന്റെയാണ്, എന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്കിതിന് കണക്ക് കൊടുക്കണം എന്നുള്ളൊരു ബോധം എപ്പോഴും നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് വളരെ നിർണായകമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലൊരു ചോദ്യം വരാവുന്നത്, എന്തുകൊണ്ടാണ് ഈ അസമത്വം സ്വത്തുക്കളുടെ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ? ചിലപ്പോൾ ഒരു സ്വത്തും ഇല്ലാത്ത ആളുകളുണ്ട്, ഒരു ദൈനംദിന ജീവിതത്തിന് മാർഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ സമൃദ്ധി കൊണ്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴയുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഈ അസമത്വം എങ്ങനെയാണ് വന്നു ഭവിച്ചതെന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാം, അതിന് പല ഉത്തരങ്ങൾ പറയാനായിട്ട് കഴിയും. ബൈബിൾ അനുസരിച്ച് തന്നെ ഒന്ന്, ദൈവത്തിന്റെ സർവാധികാരത്തിൽ ദൈവം അങ്ങനെ വെച്ചതാണെന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ പറയാം. അതല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന നമ്മളൊരു കാര്യം പറയുന്നത്, മനുഷ്യ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഈ അസമത്വങ്ങളുടെ എല്ലാ മേഖലകളും അങ്ങ് തുറന്ന് അങ്ങനെ അന്യായത്തിന്റെയും അനീതിയുടെയും അത് വക്രതയുടെയും അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ഒക്കെ മേഖലകൾ വന്ന് മനുഷ്യൻ അങ്ങനെ ജീർണിച്ചു പോയതിന്റെ ഫലമായി ഈ അസമത്വങ്ങൾ അങ്ങ് വ്യാപിച്ചു എന്ന് പറയാം. ഇതെല്ലാം ദൈവവചന പ്രകാരം ശരിയായ ഒരു കാര്യമാണ്. ഇത് പൊതുവെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരണങ്ങളും ആയിട്ട് പോകുന്നില്ല. ഇത് സത്യമാണ്, അതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. അത് വളരെ നിർണായകമായ ഉത്തരങ്ങളുമാണ്. പക്ഷേ ദൈവം പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് അതിനെ നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം സൃഷ്ടി ചെയ്തപ്പോ 6 ദിവസം താൻ അധ്വാനിച്ചു. ആ 6 ദിവസം അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് ഈ സൃഷ്ടി, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോ അധ്വാനത്തിനൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതാണ് അതിന്റെ മഹത്വം. നമ്മളും അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ദൈവം എനിക്ക് അധ്വാനിക്കുവാനുള്ള കഴിവ്, ബുദ്ധി ഉപയോഗിക്കുവാനുള്ള കഴിവ് തരുമ്പോൾ ആ കഴിവ് ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രതിഫലമാണ് നമ്മൾ ആർജിക്കുന്ന ഈ കാര്യങ്ങൾ. ഇതെല്ലാം അതിന്റെ പുറകിൽ അതിന്റെ ശക്തിയും സ്രോതസ്സുമായിരിക്കുന്ന കർത്താവാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സഹായകരമാണ്. അപ്പോൾ ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ അങ്ങനെ ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുവാനായിട്ടുള്ളൊരു രീതിയിലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനൊരു തുണയെ കൊടുത്തു, അവിടുന്ന് അതൊരു സമൂഹമായി, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്ന്
ഈ ഭൂമി മുഴുവൻ നിറഞ്ഞ ദൈവത്തിന്റെ പ്രതിബിംബം ഉള്ള പ്രതിപുരുഷന്മാരായ നിറയപ്പെട്ട ഒരു ഭൂമിയാണ് ദൈവം വിഭാവനം ചെയ്തത്. അപ്പോ അങ്ങനെ വിഭാവനം ചെയ്ത സ്ഥലത്ത് നമുക്കറിയാം, പുരുഷനും സ്ത്രീയും അവർ പരസ്പര പൂരകങ്ങളായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാണ് അവർ ഒന്നായി തീർന്ന് അവര് അത് മനോഹരമായ ഒരു സംവിധാനമാക്കി തീർക്കും. ഈ ഒരു മെറ്റഫറാണ് സഭയെക്കുറിച്ച് കർത്താവ് പറയുമ്പോഴും, കർത്താവിന്റെ വചനം പറയുമ്പോഴും നമ്മളെല്ലാം ക്രിസ്തു എന്ന ശിരസ് ആയിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അംഗങ്ങളായിരിക്കും, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളും നമുക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ ഒരു സംവിധാനത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. അപ്പൊ അതേ ആശയമാണ് ഈ സൃഷ്ടിയുടെ കാര്യത്തിലും. സൃഷ്ടി നടന്നപ്പോഴും ദൈവം ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെയാണ്, ഒരു ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ, അങ്ങനെ സമൂഹമായ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ദൈവിക പരിപാടിയെ പൂർത്തിയാക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ മനുഷ്യർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങളെല്ലാം ഒരാൾക്ക് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു രീതിയിലല്ല. അങ്ങനെ ദൈവം തന്നിൽ തന്നെ സമ്പൂർണ്ണരായിരിക്കുന്ന പോലെ ഒരു വ്യക്തിയെയും ദൈവം തന്നിൽ തന്നെ സമ്പൂർണ്ണനാക്കി സൃഷ്ടിച്ചിട്ടില്ല. ഓരോ വ്യക്തിയും അവന്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുകയും മറ്റുള്ളവരുടെ സഹായം തേടുകയും അങ്ങനെ പരസ്പര സഹായത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു ബന്ധമായിട്ടാണ് സൃഷ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചത്. അപ്പോ ആ നിലയിൽ നമ്മൾ അതിനെ കാണുമ്പോൾ ഇന്ന് നമുക്കറിയാം, കർത്താവിന്റെ സഭ ഈ പാപം നിറഞ്ഞ് വഷളായി പോയ ലോകത്ത് കർത്താവ് അതിനെ വീണ്ടെടുത്ത് തന്റെ സഭയുടെ സംവിധാനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ആശയത്തെയാണ് താൻ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇടയാക്കിയത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇന്ന് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിനെ സമീപിക്കുമ്പോൾ ഈ കാര്യവിചാരകത്വം എന്ന ആശയത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന എന്താണ്? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ആ ഓരോ സമ്പത്ത്, അത് നമ്മൾ ധനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് വിദ്യാഭ്യാസത്തിന്റെ ആകട്ടെ, ആരോഗ്യത്തിന്റെ ആകട്ടെ, അതുപോലെ തന്നെ കഴിവുകളുടെ ആകട്ടെ, ബുദ്ധിയുടെ ആകട്ടെ, ഓരോ തരം ടാലന്റുകളാകട്ടെ, ഇതിലെല്ലാം അത് ഒരാൾക്കുള്ളത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തുന്ന അങ്ങനെ സമൂഹം ഒന്നിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടാണ് ദൈവം അത് ക്രമപ്പെടുത്തിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോ നമ്മൾ ഓർക്കുക, ഈ വാസ്തവത്തിൽ നമ്മൾ വിശ്വാസികൾ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ലോകത്തിലെ ആളുകളിൽ നിന്നും ഒരു വ്യത്യസ്തത നമുക്ക് വരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മളതിനെ കാണുമ്പോൾ അതിലേറ്റവും നിർണായകമായ ഒരു കാര്യം, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വിശ്വാസിക്കും ഒരു വൊക്കേഷനാണ്, ഒരു കോളിംഗ് ഉണ്ട്. ആ കോളിങ്ങിനെ വളരെ നിർണായകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് കർത്താവ് ദൈവവചനത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ആ കർത്താവ് നമ്മളെ വിളിച്ചു എന്നുള്ള ആ വചനഭാഗം ഒന്ന് വായിക്കട്ടെ. 1 കൊരിന്ത്യർ 1:9 വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവം തന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പല വേദഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സ്ഥാപിക്കുവാനായിട്ട് കഴിയും. കർത്താവ് തന്റെ സ്വന്തം ജനമായി നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ നാം ഇനി ഉള്ളതല്ല, മറിച്ച് കർത്താവിനുള്ളവരാണ്. അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കാര്യപരിപാടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറവേറുവാനായിട്ട് നാം ആഗ്രഹിക്കുക. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഷിഫ്റ്റ് ഫലവത്തായി തീരുന്നത്. കർത്താവിനാൽ വിളിക്കപ്പെട്ടത്, എൻ്റെ വൊക്കേഷൻ കർത്താവ് വിളിച്ചത് കൊണ്ട് അത് ഈ ലോകത്തിന്റെ വിളിയിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കുണ്ട് എന്നുള്ള കാഴ്ച. ഈ വിളി ഈ ഭൂമിയിലെ ഒരു 80, 90, 100 വർഷത്തെ ആയുസിൽ പരിമിതപ്പെട്ടതല്ല. അതൊരു നിത്യതയിലേക്ക് നിലനിൽക്കുന്നതാണ്. ഒരു നിത്യമായ കോളിംഗ് ആണ് ഇത്. ഇറ്റേണൽ വൊക്കേഷനാണ് നമുക്കുള്ളത്. അതിന്റെ അടിയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ തൊഴിലുകളും നമ്മുടെ ജീവിതത്തിന്റെ വ്യാപാരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആലോചനകളും കറങ്ങുന്നത്. അപ്പോ നമ്മൾ ഈ സാധാരണ വൊക്കേഷൻ ഒക്കെ പറയുമ്പോൾ അതൊരു തൊഴിലിനെ സംബന്ധിച്ച് എന്താണ് നിന്റെ കോളിംഗ്, നിന്റെ വിളി എന്താണ്, നിന്റെ ജോലി എന്താണെന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പൊതുവെ സാധാരണ ഭാഷയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന എൻ്റെ വൊക്കേഷൻ അത് കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ളതാണ്. ഞാൻ കർത്താവിന്റെ സർവീസിലാണ് എന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തന്നെ അല്ലെങ്കിൽ ചിന്തിക്കുവാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ബാക്കി മേഖലകളെല്ലാം, അതിന്റെ താഴെ കിടക്കുന്ന മറ്റ് മേഖലകളെല്ലാം ക്രമപ്പെടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓർക്കുമ്പോൾ, കർത്താവ് നമ്മളെ വിളിച്ചു എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ തലത്തില് കഴിവുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമ്പത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഇത് ഏൽപ്പിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു വന്നതുപോലെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ ഡിസൈനിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് പാപത്താൽ മലിനപ്പെട്ടു പോയ ഒരു ലോകത്ത് കർത്താവിന്റെ പരിപാടി പുനഃസ്ഥാപിക്കപ്പെട്ട് അത് അത് പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവസഭയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ധനം അത് എങ്ങനെ പ്രയോജനപ്പെടണം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഞാൻ 3 തലങ്ങളിൽ ഈ ലോകത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറയാം. ഒന്ന്, നമുക്കറിയാം, 1 തിമോത്തി 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നത് ഞാൻ വായിക്കട്ടെ. 1 തിമോത്തിയോസ് 5:8. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തില് തൻ്റെ ധനം, അല്ലെങ്കിൽ താൻ ആർജിക്കുന്ന ധനം, തൻ്റെ സമ്പത്ത്, അത് ഒരു രീതിയിൽ തനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു വിഷയത്തിലൊക്കെ ആളുകൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? നമുക്കറിയാം, ഈ ലോകത്തില് പലപ്പോഴും ഇതൊക്കെ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് യാതൊരു കണക്ക് ഇല്ലാതെ, യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ഒക്കെ പെരുമാറുന്ന ഒരു ലോകത്ത് നമ്മൾ അതിലേക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് ഈ ഒരു കാഴ്ചപ്പാട് വളരെ അടിസ്ഥാനപരമായി നമുക്ക് സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ്. വളരെയധികം വചനങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. നമുക്ക് എല്ലാ വാക്യങ്ങളും എടുക്കുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വാക്യത്തിൽ അത് പരിമിതപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും അധ്വാനിക്കുകയും ധനം ആർജിക്കുകയും പോറ്റുകയും പുലർത്തുകയും ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ ഈ ധനം ആർജിക്കുന്നതിന്റെ മാർഗങ്ങളും മറ്റ് മേഖലകളും ഒക്കെ നമുക്ക് അത്ര വിശദമായിട്ട് സംസാരിക്കുവാനുള്ള സമയമില്ല. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പറയാം. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 28, അതില് അപ്പോസ്തലനായ പൗലോസ് താന് പറയുന്ന ഒരു കാര്യം ഇതാണ്: കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അപ്പോ കള്ളനായ ഒരു മനുഷ്യൻ, പണ്ട് മറ്റുള്ളവരുടെ മോഷ്ടിച്ച് ജീവിച്ചിരുന്ന ഒരുവൻ അത് നിർത്തി, അത് താൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടത് സഭയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനി മോഷ്ടിക്കാനല്ല പോകേണ്ടത്, മറിച്ച് അവൻ അധ്വാനിച്ച് സമ്പാദിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അധ്വാനിച്ച് സമ്പത്ത് ആർജിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്തിനാണത്? മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടത്. അപ്പൊ അവിടെ അതൊരു നമ്മുടെ സ്വന്തം ആവശ്യത്തിൽ നിന്നും, സ്വന്തം കുടുംബത്തിന്റെ ആവശ്യത്തിൽ നിന്നും അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതാണ് അപ്പോസ്തലൻ അവിടെ പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് എത്തുകയാണ്. ഇതുവരെ വല്ലവന്റെ മോട്ടിച്ച് നടന്നവൻ ഇനി ജോലി ചെയ്ത് ഉണ്ടാക്കി സ്വന്തം കുടുംബത്തെ പോറ്റണം, സ്വയത്തെ പോറ്റണം, സ്വന്തം കുടുംബത്തെ പോറ്റണം. മാത്രമല്ല, അവന് വീണ്ടും ഇതുവരെ മോട്ടിച്ചത് ആരിലേക്കാണ് അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യിരെമ്യാവിന്റെ പുസ്തകമാണ്. യിരെമ്യാവിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം, അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് യിരെമ്യാവ് ബാബിലോണിലേക്ക് പോയ അതായത് ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയ ആളുകളോട് കത്തെഴുതി അയക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ താൻ പറയുന്നത് എന്താണ്? നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലമനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിൽ അത്രയും മതി.
അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുമ്പോൾ അവിടെ അത് ആ അവരെവിടെ ചെന്നെത്തിയോ അവിടുത്തെ സമൂഹത്തിനും കൂടെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ്. അപ്പോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ധനമാർജിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം, അല്ലെങ്കിൽ ധനത്തെ ഉപയോഗിക്കുവാനുള്ള ഒരു ആഹ്വാനം ഈ 3 വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോ ഞാൻ പറഞ്ഞത്, പൊതുവെ ആളുകൾ ഈ ധനത്തെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ പറയുമ്പോൾ ധനം ഏതാണ്ട് ഒരു വെറുക്കപ്പെട്ട ഒരു കാര്യമായിട്ടും, ധനം ഉള്ളവനെ അവന്റെ മുമ്പിൽ വെച്ചൊന്നും പറഞ്ഞില്ലേ, ദൂരെ നിന്ന് അവനെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി പൊതുവെ ഉണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നൊക്കെ വന്നതായിരിക്കാം. ഒരുപക്ഷെ മലയാളികളുടെ ഇടയിൽ അത് കൂടുതലായിട്ട് കാണും. എന്തായിരുന്നാലും അങ്ങനെയല്ല ദൈവജനം അതിനെ കാണുന്നത് എന്ന് കാണുവാനായിട്ട്, നമ്മൾ തന്നെ വചനത്തിന്റെ ദൃഷ്ടിയിലൂടെ കാണാനായിട്ട്, ധനം ഉള്ളത് കൊണ്ട് ഒരുത്തൻ പാപിയായി തീരുന്നൊന്നുമില്ല. ധനത്തെ കൈകാര്യം ചെയ്യുന്ന ധനത്തോടുള്ള അവന്റെ മനോഭാവമാണ് അവനെ പാപിയോ അല്ലെങ്കിൽ വിശുദ്ധനോ ആക്കുന്നത്. അപ്പോ ആ നിലയിൽ നമ്മൾ അതിനെ അങ്ങനെ കാണാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോ ആ നിലയിൽ പണം ഇല്ലാത്തവനും എന്തോ അപരാധം ചെയ്തവനെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് വിശുദ്ധനാണെന്നോ ഒന്നും സ്ഥാപിക്കാനായിട്ടുള്ള തെളിവുകൾ ദൈവജനത്തിലൊന്നില്ല. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ നിലയിൽ ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വചനാനുസൃതം ഒന്ന് സൂക്ഷിക്കുന്നത് നമുക്ക് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ധനത്തിന്റെ കാര്യവിചാരകത്വം ഏൽപ്പിക്കപ്പെട്ടവരെന്ന നിലയിൽ നമ്മിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിൽ 2 കാര്യങ്ങളാണല്ലോ തലക്കെട്ടായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. അതിലൊന്ന്, നമുക്ക് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പസ്തോലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെങ്കിലും അത് ഈ ഏത് കാര്യവിചാരകത്വത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് ബാധകമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതങ്ങ് വായിക്കുകയാണ്. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്ര. അപ്പൊ വിശ്വസ്തയോടെ കൂടിയുള്ള ഗ്രഹവിചാരകത്വം. അപ്പൊ നമ്മളെ ദൈവം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ട്രസ്റ്റീസ് ആയിട്ടാണ്. നമ്മളിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്, നമ്മളത് നന്നായിട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ആ നിലയിൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷെ അതാണ് അതിന്റെ ഐഡിയൽ കൺസെപ്റ്റ്. അതാണ് ദൈവം നമുക്ക് അത് ഏൽപ്പിച്ചു തന്നപ്പോൾ ആ വിശ്വസ്തത നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമാക്കുന്നത് അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാനായിട്ട് വേഗത്തിൽ നമുക്ക് ശ്രമിക്കാം. ഒന്ന്, ധനം ആർജിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. ധനം ആർജിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയുടെ ഭാഗം, ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഉപമ മുഴുവനായിട്ട് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോ തന്റെ ദാസന്മാരായ ആളുകൾക്ക് വെള്ളി കൊടുത്തിട്ട് അവരതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചാണ് പോയത്. അപ്പോ പിന്നീട് ആ യജമാനൻ തിരിച്ചു വന്ന് ചോദിക്കുന്ന ഭാഗം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ലിക്വിഡായിട്ടുള്ള ധനമായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ അത് ലിക്വിഡ് അല്ല, നമുക്ക് തന്നിരിക്കുന്നത് കഴിവുകളുടെ രൂപത്തിലാണെന്ന് വിചാരിക്കുക. ഇവിടെയെല്ലാം നമുക്കൊരു ബാധ്യതയുണ്ട്, നമുക്കൊരു കടപ്പാടുണ്ട്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോ വ്യാപാരം ചെയ്ത് അവരെ എന്ത് നേടി എന്ന് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യജമാനൻ ആണ് നമ്മുടെ ദൈവം. നമുക്ക് അത് വ്യാപാരമെന്നോ കൃഷിയെന്നോ അല്ലെങ്കിൽ ജോലിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മാർഗങ്ങൾ, വ്യവസ്ഥാപിതമായ ധാർമ്മികമായ നിയമങ്ങൾക്കനുസരിച്ച് ഉള്ള മാർഗങ്ങൾ, തെറ്റായ മാർഗങ്ങളൊന്നും ഇതിനകത്ത് നമുക്കിപ്പോൾ പരിഗണിക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ധനം ആർജിക്കുവാൻ നേടണമെന്നുള്ള ഒരു കാര്യത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ഈ സമയത്താണ് എനിക്ക് ചോദ്യങ്ങളുള്ളത്. നമുക്ക് പലപ്പോഴും
നമുക്ക് ഭൂമി, കൃഷിക്കാർക്കാണെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഭൂമി ഉണ്ടാവും, അവരുടെ പിതൃ സ്വത്തായിട്ട് ലഭിച്ച ഭൂമിയുണ്ട്. എത്രയോ ആളുകളുടെ സ്വത്തുക്കളാണ് വെറുതെ കടന്ന് പോകുന്നത്. അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഉണ്ടാക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഒരു ഒരു താല്പര്യവും ഇല്ലാതെ, അതിനൊന്നും മെനക്കെടാൻ കഴിയാതെ അതൊക്കെ നശിച്ചു പോകുന്നതായ ഒത്തിരി മേഖലകളുണ്ട്. നമുക്ക് അതിന് പല കാരണങ്ങൾ പറയാനുണ്ടാകും കേട്ടോ. കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. നമുക്ക് തൊഴിൽ ചെയ്യാൻ ആളുകളില്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൃഷിക്കാരനൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കീടങ്ങളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഓരോരോ കാരണങ്ങൾ പറയും. പണ്ട് സദൃശവാക്യത്തിൽ പറയുന്ന പോലെ വഴിയിൽ സിംഹം കിടക്കല്ലേ, പിന്നെ എങ്ങനെ പോവാനാ? അപ്പൊ സിംഹത്തെ കണ്ട് നമ്മളിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകളായിട്ടാണ് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും ഇരിക്കുന്നത്. നമ്മളിങ്ങനെ തടസ്സങ്ങളാൽ പാരലൈസ്ഡ് ആയിരിക്കുന്ന ആളുകൾ, നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് ഉത്സാഹമില്ലാത്ത. ഞാനത് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ജീവിതത്തിൽ ബന്ധപ്പാടുള്ള ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, പൊതുവായൊരു കാര്യം പറയാണ്. ചില ആളുകൾക്ക് അതിന് പ്രത്യേക കാരണങ്ങൾ കാണും, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു കൗൺസിലിംഗ് വിഷയത്തിൽ വരുന്നതാണ്. പൊതുവായി നമ്മൾ പറയുമ്പോൾ, ഈ പ്രമാണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഒരു പ്രത്യേക വ്യക്തിയെ സൂചിപ്പിച്ച് പറഞ്ഞതായിട്ട് എടുക്കരുത്, മറിച്ച് അത് പൊതു പ്രമാണമായിട്ട് കാണാം. പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പ്രതിസന്ധിയാണ് മനുഷ്യർക്ക്. അത് ജോലി സ്ഥലത്തും, അത് ജോലി സ്ഥലങ്ങളിലും ആ ജോലി നന്നായിട്ട് ചെയ്ത് ലഭിക്കാവുന്ന പ്രൊമോഷനുകൾ, അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകൾ, അല്ലെങ്കിൽ നല്ല ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ഇതൊന്നുമില്ല. ചിലർക്കൊക്കെ ചില ജോലിയിൽ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ഇരിക്കുക എന്നുള്ളതാണ്, അവർക്ക് ഒന്നിനും കഴിയില്ല. അപ്പൊ ഇതൊക്കെ നല്ല കാര്യവിചാരകത്വമൊന്നുമല്ല. നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന കഴിവുകൾ നമ്മൾ ദുരുപയോഗം, നമ്മൾ എന്തെല്ലാം വിധത്തിന് ഒന്നെങ്കിലും മടി, അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നീട്ടിവെക്കുക, ഒന്നും നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക എന്നുള്ള താല്പര്യമില്ല, നമ്മൾ നീട്ടിക്കൊണ്ട് പോകും. അപ്പോ അല്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ കേസരി, വഴിയിൽ സിംഹം എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് അതിന്റെ പേരിൽ നമ്മൾ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു രീതി. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടാതെ, അത് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട കഴിവുകൾ ഉപയോഗപ്പെടാതെ അത് നിർജീവമായി പോകുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ കണക്ക് കൊടുക്കണം എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം പണ്ടൊരു കാരണന്മാരുടെ ഒരു ചൊല്ലുണ്ട്, അടിക്കാൻ അറിയാവുന്നവന് വടിയില്ല, വടിയുള്ളവൻ അടിക്കാനും അറിയില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. പല ആളുകളും അവർക്ക് ഭൂമിയില്ലെന്നോ അല്ലെങ്കിൽ മാർഗങ്ങളില്ലോ എന്ന് പറഞ്ഞ് അവരുടെ അധ്വാനത്തിന് വേണ്ടി വേറെ പല മാർഗങ്ങളും ആശ്രയിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളവർ വെറുതെ ഇരിക്കുന്ന രംഗങ്ങൾ നമുക്ക് ഒത്തിരി സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. വിശ്വാസികളുടെ ഇടയിലെങ്കിലും നമുക്ക് ഈ കാഴ്ചപ്പാടുകളെ ഒന്ന് തിരുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ കാര്യത്തിൽ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണമെന്നാണ് എൻ്റെ വിനയപൂർവ്വമുള്ള അഭിപ്രായവും അപേക്ഷയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഈ സമ്പത്തിനെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആർജിക്കുന്ന, നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ്. അപ്പോ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ, അവര് ഈ സമയത്ത് നമ്മൾ വീണ്ടും അതിന്റെ രണ്ടാമത്തെ ഭാഗം, ബുദ്ധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് കുറച്ചുകൂടെ വിശദീകരിക്കാം. ഇപ്പോ ബുദ്ധിപൂർവമായ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ പലപ്പോഴും അവർ ആർജിക്കുന്ന സമ്പത്ത് വേസ്റ്റായി പോകുന്ന ഒരു മേഖല നടക്കുന്നുണ്ട്. അനേക ആളുകളുടെയും സമ്പത്ത് അത് കാര്യമായ പ്രയോജനമില്ലാതെ അത് ദുരുപയോഗം ചെയ്യപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദയനീയ രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഭൗതിക ലോകത്തുണ്ട്. ഈ പാപം നിറഞ്ഞ ലോകത്ത് പൊതുവായി അനേക ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസികളുടെ ഇടയിലും ഇങ്ങനെ ദയനീയമായ ഒരു കാര്യം സംഭവിച്ചാൽ അത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, പല കാര്യത്തെക്കുറിച്ചും ദൈവവചനത്തിന്റെ ഒരു ദർശനവും കാഴ്ചപ്പാടും നമുക്ക് ആവശ്യമുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമ്പത്ത് എന്തിനൊക്കെ പ്രയോജനപ്പെടണം, ദൈവവചനം എന്താണ് അതിന് പറയുന്നത്? അത് ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ 3 മേഖലകളിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ പല നിലയിലും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകാനായിട്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. എന്നാൽ കാരണം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമ്പത്ത് വേസ്റ്റാക്കി കളയുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു, അത് തക്ക സമയത്ത് ഉപയോഗിക്കപ്പെടാതെ വിദ്യ ഇരുന്നാൽ തുരുമ്പെടുക്കുമെന്ന് പറഞ്ഞ പോലെ പ്രയോജനമില്ലാതെ പോകുന്ന ഒരു രംഗമുണ്ടോന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ഇത്തരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ബാങ്കില് ഈ ഡെപ്പോസിറ്റ് കൊണ്ടിടും ആളുകൾ.
ഡെപ്പോസിറ്റ് കൊണ്ടുപോയിട്ട ശേഷം ചിലരത് കള്ളാസം പോയി എല്ലാം മറന്നങ്ങ് പോവും. അടുത്ത അവരുടെ അവരുടെ അവകാശികൾക്ക് പോലും അത് കിട്ടാതെ ഇങ്ങനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇന്ത്യയിലെ ബാങ്കുകളിൽ ഏതാണ്ട് 40,000 കോടി രൂപയോളം ഉണ്ടായിരുന്നു എന്ന് ഈ അടുത്ത കാലത്തൊരു കണക്ക് വായിക്കുവാൻ ഇടയായി. അപ്പോ ആ പണം ബാങ്കുകൾ എടുത്ത് സർക്കാരിലേക്ക് അടച്ചു. ഇനി അതിനാരെങ്കിലും അവകാശികളുണ്ടെങ്കിൽ അത് ക്ലെയിം ഒക്കെ ആയിട്ട് ചെന്നാൽ അവർക്ക് ഒരുപക്ഷെ തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ചില ആളുകളുടെ പണം കിട്ടിയിട്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ്. അവരത് ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാൽ ജോസഫിനെ പോലെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകൾ അവരതിനു വേണ്ടി ഭണ്ഡാര ഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇനി വരാൻ പോകുന്ന ഒരു ദുർഘട സമയത്തിന് വേണ്ടി കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം കൊടുത്ത വെളിപ്പാടുകളിൽ വിശ്വസിച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തിയ ഈജിപ്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുവാൻ, തൽഫലമായി ഇസ്രായേലിനെ തീറ്റിപ്പോറ്റുവാനുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗവാക്കായ ഒരു മനുഷ്യനാണ് ജോസഫ്. നമുക്കറിയാം നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിപാടിയിൽ പ്രയോജനമുള്ളവരായി ദൈവത്തിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടേണ്ടത്. നമ്മളിങ്ങനെ ജോലി ചെയ്തോ അധ്വാനിച്ചോ ബിസിനസ് ചെയ്തോ ഒക്കെ സമ്പാദിച്ചു കൂട്ടുന്ന പണം അത് തക്ക സമയത്ത് ഉപയോഗിക്കപ്പെടാതിരുന്ന പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലും രോഗം വന്ന് ആശുപത്രിക്കാർക്കും കൊണ്ടേ കൊടുത്ത്, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്ത അടുത്ത തലമുറ അതെടുത്ത് വഷളാക്കി കളഞ്ഞ് ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്ന എന്തേരം മേഖലകളാണ് നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയുന്നത്. നമ്മളുടെ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ദൈവവചനം നൽകുന്ന ആലോചനകൾ അനുസരിച്ച് അത് കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഉപയോഗിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാടികൾ നമ്മുടെ ധനോപയോഗത്തിൽ എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്, നമുക്ക് വിശ്വസ്തയോടെ ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അത് ഉദാരമായി കൊടുക്കുവാനും അതുപോലെ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് 8-9 വാക്യങ്ങളിൽ വായിക്കുന്നതായ ഒരു ഭാഗം വായിക്കാം. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പോഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് മനസ്സിലാകുവാനുള്ളത്, ഈ ഭൂമിയിലെ സമ്പത്ത് അത് അതിൽ തന്നെ അതിനോട് പല വിധത്തിലുള്ളതായ അന്യായങ്ങളും അനീതികളും അസമത്വങ്ങളും എല്ലാം ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്താണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമെങ്കിലും അത് സൂക്ഷ്മ പരിശോധനയിൽ എവിടെയെങ്കിലും ഒക്കെ അതിനകത്ത് പാപത്തിന്റെ ചെറുതോ വലുതായ ഖണികകളുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് സ്ഥാപിച്ചു കൊടുക്കാൻ ഞാൻ പലർക്കും അത് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ അന്യായത്തിന്റെ മാമോൻ എന്ന് കർത്താവ് പറഞ്ഞ ഈ സമ്പത്ത് നമ്മൾ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ കൃഷി ചെയ്തോ ഒക്കെ ഉണ്ടാക്കുന്ന ഈ സമ്പത്ത്, അതുകൊണ്ട് നമ്മൾ അതിൽ നമ്മുടെ ആശ്രയം വരാതെ നമുക്കത് കർത്താവ് പറഞ്ഞതുപോലെ അതിനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. അതിലാണ് നമ്മുടെ വിശ്വസ്തത ഇരിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മളുടെ മിഷൻ മേഖലകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തന മേഖലകളിലേക്ക്, സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള മീറ്റിങ്ങുകളിലേക്ക്, അതിനായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലേക്കൊക്കെ നമ്മൾ പണം കൊടുക്കുന്ന കാര്യത്തിൽ എത്രമാത്രം നമ്മൾ വിശ്വസ്തത കാണിക്കുന്നുണ്ട്? അപ്പോ ദൈവത്തിന്റെ പണം നമ്മളെ ഏൽപ്പിച്ചത് നമ്മളിങ്ങനെ കൂട്ടി വെക്കുകയാണ്. അപ്പോ ആ ഒരു അവസ്ഥ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പൊ കാര്യവിചാരകത്വത്തിൽ വിശ്വസ്തത പാലിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൊടുക്കലുകളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ പണത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആളുകൾ ധനം ആർജിക്കുന്നവർക്ക് പോലും അവർക്ക് കടബാധ്യതയാണ് കൂടുതൽ. ഇപ്പൊ ഞാൻ ഈ കടത്തെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചുള്ള മേഖലയൊന്നും നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാത്ത. എന്തുകൊണ്ടാണ് കടം ഉണ്ടാകുന്നത്, എന്താണ് ബാധ്യതയുടെ കാരണം എന്നൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോ ദൈവത്തെ ആദരിക്കുവാൻ, ദൈവത്തെ ബഹുമാനിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗം ചർച്ച് മീറ്റിങ്ങിൽ പോയിരുന്ന് പാട്ട് പാടുന്നതും
അല്ലെങ്കിൽ സഹോദരന്മാരെ കണ്ട് കൈ കൊടുത്ത് പ്രൈസിലോട് പറയുന്നത് മാത്രമായിട്ട് പരിമിതപ്പെടരുത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം വായിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നതും സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ഏൽപ്പിച്ച ഈ ധനം അത് ദൈവത്തിന് നന്ദിയോടെ തിരിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനെ ആദരിക്കുക എന്നുള്ളത്. സദൃശവാക്യം 3:9-10 വാക്യങ്ങൾ അതാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലം പോലെ ആളുകളെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വാക്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വളരെ നിർണായകമായ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ ധനം ഉപയോഗിച്ച് നമ്മൾ എത്രമാത്രം സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഉദാരമായി കൊടുത്തുകൊണ്ട്, നന്ദിയോടെ കൊടുത്തുകൊണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സഹോദരന്റെ വിവരം അറിഞ്ഞു. ആ സഹോദരനെ കുറിച്ച് ഒരു സഹായം എത്തിക്കണം എന്നുള്ളൊരു പ്രേരണ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എത്ര പെട്ടെന്ന്, വളരെ ഇമ്പൾസീവായിട്ട് എത്ര പേരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ആരെങ്കിലും ഒന്ന് സംഘടിച്ച ഒരു ക്രൗഡ് ബൗണ്ടിങ് ഒക്കെ വന്നു കഴിയുമ്പം മനസ്സിലാവില്ല, നമുക്കും എന്തെങ്കിലും കൊടുക്കണ്ട, കൊടുത്തില്ലെങ്കിൽ എന്താവും, അല്ലെങ്കിൽ നമ്മുടെ പേര് വരുമല്ലോ, അവര് ചോദിക്കും ഇവര് ചോദിക്കും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല. ഇത് ആശുപത്രിയിൽ എത്തിയ ആ സഹോദരനെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്, ഞാൻ അദ്ദേഹത്തെ പോയി കാണണം, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, അതിന് എനിക്ക് കഴിയുന്നത് കൊടുക്കുക. 100 100, 500 500, 1000 1000, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രാപ്തി പോലെ ദൈവവചനം നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. 1 തിമോത്തിയോസ് 6:17-18. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വചനം വായിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് പരിചയമുള്ള വാക്കുകൾ, നമ്മൾ അതുകൊണ്ട് മാത്രം വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാർ, ലോകത്തിലെ ധനവാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ നിശ്ചയിക്കേണ്ട ഇതിൽ ആരാ ധനവാന്മാരല്ലാത്തത്. ഈ ലോകത്തിലെ എല്ലാവരും ധനവാന്മാരാണ്. കാരണം ദൈവം അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ ധനവാന്മാരെ അളക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഈ ലോകത്തിലെ ധനവാന്മാരെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരോടും ഉള്ളതാണ്. എനിക്ക് ഒരു ദിവസം 500 രൂപ ഏൺ ചെയ്യാനുള്ള 500 രൂപയുടെ ധനവാനാണ് ഞാൻ. അവിടുന്നാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് തുടങ്ങുന്നത്. എനിക്ക് 1000-കാരനെ പഠിപ്പിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ 500 രൂപ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അവിടെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഈ ലോകത്തിലെ ധനവാന്മാർ, ഈ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഇത് ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ആശയം ഉണ്ടാകാം. എങ്കിലും ഞാനത് പറയുമ്പോൾ ഇങ്ങനെ ഒരു മനോഭാവം നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് വേണ്ടി ഞാൻ പറയാണ്. ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലെല്ലാം നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മുടെ ധനത്തിന്റെ ശരിയായ ഉപയോഗത്തിന് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഇനി പറയാനുള്ളത് കണക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കുക, നേടുക, സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുക എന്നതുപോലെ യജമാനന് കണക്ക് കൊടുക്കുക എന്നുള്ള കാര്യമുണ്ട്. ഈ കണക്ക് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി പൊതുവെ നമുക്ക് ഇല്ലാത്തൊരു കാര്യം. ആരും കണക്ക് ചോദിക്കാൻ പാടില്ല. അത് വ്യക്തിപരമായ ഒരു കണക്കും ആർക്കും ആരോടും എന്നോട് ചോദിക്കുന്നതേ എനിക്കിഷ്ടമല്ല. ഇതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. മനുഷ്യ പാപത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് കാണുന്നത്. ആദാം പാപം ചെയ്ത് പാദത്തിനോട് ചോദിച്ചു, പാദത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചതൊന്നും. ആവോയോട് ചോദിച്ചതും ഇഷ്ടപ്പെട്ടില്ല. അതേ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇന്ന് പൈതൃകമായി പ്രാപിച്ച് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കണക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ സുതാര്യതയാണ് കാണിക്കുന്നത്. നമ്മുടെ ആത്മാർത്ഥതയാണ് വ്യക്തമാക്കുന്നത്. ആര് കണക്ക് ചോദിച്ചാലും തെളിവ് സഹിതം കൊടുക്കുവാനും എവിടെയെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ തെറ്റാണെന്ന് സംബന്ധിച്ച് മാപ്പ് ചോദിക്കുവാനുള്ള ആർജവത്വം പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസിയാണ്? അതാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെയൊക്കെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളാണ് കുടുംബങ്ങളിലും സഭകളിലും ഒക്കെ നടക്കുന്നത്. ഇതിനൊക്കെ ആരാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിൽക്കുവാനായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന വിശ്വസ്തനായ ഒരു വിചാരകത്വം നടത്തുന്ന ആള്, ഗ്രഹവിചാരകൻ,
തൻ്റെ ഏൽപ്പിച്ച കാര്യങ്ങളുടെ തൻ്റെ ഇടപാടുകളുടെ കണക്ക് കൊടുക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്. ദൈവം ചോദിച്ചാൽ കൊടുത്തേ പറ്റുള്ളൂ. കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നമുക്കിന്ന് നമ്മുടെ മാനുഷിക യജമാനന്മാരെ പറ്റിക്കാൻ കഴിഞ്ഞാലും ദൈവസന്നിധിയിൽ അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കാം. അടുത്തൊരു പ്രധാന വിഷയം കൂടെ ഞാൻ വേഗത്തിൽ പറയട്ടെ, സമയം തീരാറായി എങ്കിലും. പറയുന്നത് വിവേകത്തോടെ കാര്യവിചാരകത്വം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ലോകത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇന്ന് ലോകത്തില് ഈ ലോകത്തിന്റെ വിവേകവും ബൈബിളിന്റെ വിവേകവും തമ്മിൽ വളരെ അന്തരമുണ്ട്. ലോകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്റ്റുപ്പിഡിറ്റി ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ദ മാഡ്നസ് ഓഫ് മോർ എന്ന പ്രമാണത്തിലാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇല്ലേ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ആളുകളെ ഒരുതരം ആശങ്കയിലും അസ്ഥിരതയിലും പെടുത്തിയിട്ട് അവരെ കൊണ്ട് അതുണ്ടാക്കുന്ന എന്താണ്? മത്സരവും ഭയവും അതുപോലെ പൂഴ്ത്തിവെപ്പും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഇല്ലായ്മ എന്നുള്ള ഒരു കാര്യം അങ്ങ് അവതരിപ്പിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചു മാഡ്നസ് ഓഫ് എക്സസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് അതിന്റെ മറ്റേ എക്സ്ട്രീമാണ്. വല്ലാത്ത സമ്പത്തും അതെല്ലാം നിറഞ്ഞിട്ട് പിന്നെ അവരതങ്ങനെ കൂട്ടി വെക്കുകയാണ്. അവരുടെ അത്യാഗ്രഹം ഒരിക്കലും തീരുന്നില്ല. അത് ഈ ഉപഭോഗ സംസ്കാരം എല്ലാം ഈ രണ്ട് ആശയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ സ്കേഴ്സിറ്റിയാണ് നമ്മളെ കടബാധ്യതകളിൽ ചെന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സസ് ആയിട്ടുള്ള ധനത്തിന്റെ ഉപയോഗം, അല്ലെങ്കിൽ അത് കിട്ടണമെന്നുള്ള അത്യാഗ്രഹങ്ങൾ, അതിനുവേണ്ടിയുള്ള ഓട്ടങ്ങൾ, അത് ഉപയോഗിച്ച് തിന്ന് തീർത്ത് രസിച്ചു കൂത്താടുന്ന ആ രംഗങ്ങൾ, ഇതൊക്കെ ഇന്ന് ലോകത്തിന്റെ ഒരു ചിത്രമാണ്. ഇവിടെ നമുക്കെന്താ ദൈവവചനം പറയുന്നത്? ദൈവവചനം പറയുന്നത് ദ എക്കണോമിക്സ് ഓഫ് ഇനഫ് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുവാനുള്ള ഒരു വിവേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു മതി എന്ന് പറയുന്ന വിവേകം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലായിരുന്നു ചേർന്ന്. അവിടെയാണ് നമ്മളോട് ധനമോഹത്തെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ദൈവവചനം തരുന്നത്. മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഡേവിഡ് ബുസാവു എന്ന് പറയുന്ന പ്രശസ്തനായ, എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഗോളത്തിൽ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനുണ്ട്. അദ്ദേഹം ഇന്നും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ന്യൂസിലൻഡിൽ ജനിച്ച ഒരു അബ്യൂസ്ഡ് ഫാമിലിയിൽ ജനിച്ച് അവിടുന്ന് ഒരു മെത്തഡിസ്റ്റ് സഭയുടെ ബാലസദനത്തിൽ വളർന്ന് 16-ാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങി. 33-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ധനികനായി തീർന്ന് അവിടെ നിന്ന് പിന്നീട് തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. അവിടെ 33-ാമത്തെ വയസ്സിൽ അവിടുത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളി ബിസിനസ്സുകാരനായി മാറി. അവസാനം 34-35-ാമത്തെ വയസ്സിൽ തൻ്റെ ഈ ബിസിനസ് രംഗം വിട്ട് അനേക ആളുകളെ എങ്ങനെ പണം സമ്പാദിക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ നേടണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ 140ഓളം രാജ്യങ്ങളിൽ പോയി അവിടെ എല്ലാം പോയി ആളുകളെ എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറേണ്ടത് എന്ന് പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന അതായത് ഒരു സുവിശേഷ പ്രവർത്തനമായിരുന്നില്ല, പക്ഷെ സുവിശേഷ പ്രവർത്തകർക്ക് സഹായമായി ഗ്രൗണ്ട് വർക്ക് ചെയ്ത ഒരു ബിസിനസ്സുകാരനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും ദാരിദ്ര്യമാണെന്നുള്ളൊരു ഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രയാസങ്ങളെ എങ്ങനെ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ പ്രശ്നങ്ങളെ തീർത്തു തരുമെന്ന് പറഞ്ഞ ഒരു വാക്യം കിടക്കുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ആ ലോകത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ നമ്മൾ പെട്ട് നമ്മളുടെ വിശ്വാസം മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത് എന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്കേഴ്സിറ്റിയുടെയും എക്സസിന്റെയും അത് 2 എക്സ്ട്രീമുകളാണ്. അതിന്റെ മധ്യത്തിൽ ദൈവവചനം നൽകുന്ന ഒരു കാര്യമുണ്ട്, മതിയായി എന്ന് ചിന്തിക്കുക. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികളിലായിരിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ജോലി ഒരു 10, 22, 23 വയസ്സിലൊക്കെ ജോലി കിട്ടുന്ന ആളുകളാണെങ്കിൽ ഒരു 40 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്ത് തനിക്ക് തൻ്റെ വാർദ്ധക്യ കാലത്തേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ച ശേഷം ബാക്കിയുള്ള തൻ്റെ ആയുസ്
ഈ സമൂഹത്തിന് വേണ്ടി മാറ്റി കൊടുക്കുവാനായിട്ട് കഴിയുന്ന വിധത്തിൽ മതി എന്ന് തീരുമാനിക്കുവാനുള്ള ആർജവത്വം എത്ര പേർക്കുണ്ട്? നമുക്കൊന്നും തികയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ തികയുന്നില്ല, നമ്മൾ എക്സസിന്റെ പിന്നാലെയാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു അപകടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മതി എന്ന് ചിന്തിക്കുവാൻ, നമ്മുടെ സാഹചര്യങ്ങളിൽ മതി എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ അത്യാഗ്രഹങ്ങളും അസൂയകളും മത്സരത്തിന്റെയും അതുപോലെ അഹങ്കാരത്തിന്റെയും എല്ലാ ചിന്തകളും എടുത്തു കളയുകയും ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്ന ദൈവത്തിന്റെ നല്ല കാര്യവിചാരകത്വം നടത്തുന്നവരായി തീരുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം, ദൈവം നമ്മളെ ആ നിലയിൽ സഹായിച്ച് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ആളുകൾക്ക് തോന്നും. ഒരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഈ സമ്പത്തെല്ലാം കുന്നുകൂട്ടി വെക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ലോകത്തിന്റെ പൈശാചികമായ ചിന്തകളിൽ നിന്നാണ് വരുന്നത്. മറിച്ച് മതി എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ കൈകൾ തുറന്ന് കൊടുക്കുവാനായിട്ടുള്ള മനസ്സുണ്ടാവും. അപ്പം ദുർഭിക്ഷമുള്ളവർക്ക് വേണ്ടി നമുക്ക് ദൈവം നൽകിയ സുഭിക്ഷം അത് പ്രയോജനകരമായി തീരും. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഈ ഈ ആറ്റിറ്റ്യൂഡിൽ ഷിഫ്റ്റ് നടക്കണം. നമുക്ക് സ്വത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മൾ പൊളിച്ചെഴുതേണ്ടതായിട്ട് ആവശ്യം വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സമയത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ഈ ഈസ്റ്റേൺ കൾച്ചറിലെ ഈ ഓണർ ഷെയിം കൾച്ചറിലൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊന്നും പ്രായോഗികമായിട്ട് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ വീട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്മതിക്കില്ല, ഭാര്യ സമ്മതിക്കില്ല, ഭർത്താവ് സമ്മതിക്കില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിനോടൊക്കെ ചേർന്ന് കിടപ്പുണ്ട്. കാരണം ഇവിടെ അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആരും 40 വയസ്സിൽ ജോലി നിർത്തണമെന്നോ ബിസിനസ് നിർത്തണമെന്നോ ഒന്നും അങ്ങനെ നേരിട്ട് ആരെയും ആഹ്വാനം ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും ഉണ്ടാക്കണം. ഇതല്ല ജീവിതത്തിലെ ഏറ്റവും ഫലപ്രദമായ അനുഗ്രഹീതമായ ഒരു നേട്ടമെന്ന് ചിന്തിച്ച് നമുക്ക് ഇതിലേറെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഒത്തിരി വ്യത്യാസം വരുത്തുവാനായിട്ട് കഴിയും. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോകാനും അവിടെയുള്ള സുവിശേഷ പ്രവർത്തകരുടെ അടുത്തൊക്കെ പോയി താമസിക്കുവാനും അങ്ങനെയൊക്കെ ചെയ്യുവാനും ഒക്കെ അവസരങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ആളുകൾ ചെയ്യുന്നത് പോലെ സുഖജീവിതത്തിനും അതുപോലെ മത്സരത്തിനും ആഹ്ലാദത്തിനും ഒക്കെ ആയിട്ട് സമയം വേർതിരിക്കുന്നത് നമ്മൾ ഈ കാഴ്ചപ്പാടിൽ അങ്ങ് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പക്ഷേ അങ്ങനെ സന്തോഷിക്കുന്നതിനൊന്നും എനിക്ക് ആരോടും ഒരു വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസ്തയോടെ ആണോ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിയോടാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. കുറെ കൂടെ കാര്യങ്ങളൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ വിശദമായിട്ട് പറയുവാൻ ആവശ്യമുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതികളിൽ ഞാനത് ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല. ഇനി ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അങ്ങനെ എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് പറയാൻ കഴിയുന്നത് ഉള്ളത് പറയുവാൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വചനങ്ങളാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടത്. കാരണം ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വേൾഡ്ലി വ്യൂവും ലോകം കാണുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമായിട്ടാണ് ബൈബിൾ ധനത്തെ കാണുന്നത് എന്നുള്ള കാര്യം ആണ് അങ്കിൾ പറഞ്ഞത്. ധനത്തോട് വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ആറ്റിറ്റ്യൂഡ് എങ്ങനെയാവണം, ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം അങ്കിൾ പറഞ്ഞു. വിശ്വസ്തത ഉണ്ടാവണം എന്നുള്ള കാര്യം പറഞ്ഞു. അത് ആർജിക്കുന്നത് അതിൽ തന്നെ ഒരു തെറ്റല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പൊതുവെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ധനത്തിന് പിന്നാലെ ഓടുന്നാല് അധ്വാനിക്കുന്നത് മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ദൈവം തരുന്ന താലന്തുകൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നത്
അത് വിവേകമാണെന്നുള്ളൊരു കാര്യം അങ്ങൾ പറഞ്ഞു. താങ്ക് യു.